ചർച്ചയിലേക്ക് നമ്മുടെ ഇത്തരമൊരു വിഷയം നാം പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. എന്നാൽ അവയെ ഓരോന്നായി ഓരോ പ്രഭാഷണങ്ങളായി ഉൾപ്പെടുത്തുവാനുള്ള സമയത്തിൻ്റെ പരിമിതിയെ പരിഗണിച്ചുകൊണ്ട് എന്നാൽ ഇതിൻ്റെ ഒരു സമഗ്രതയ്ക്ക് വേണ്ടി നമ്മളൊരു ചർച്ച ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് രണ്ടുപേരാണ് പങ്കെടുക്കുന്നത്. പാസ്റ്റർ റിജു തരകൻ, അദ്ദേഹം ആക്ച്വലി സഭാചരിത്രത്തിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മളെ ആരേക്കാളും ഏറ്റവും പ്രഗത്ഭനായ ഒരു പാണ്ഡിത്യമുള്ള ദേവദാസനാണ്. അദ്ദേഹം ഇമ്മാനുവേൽ AG ചർച്ചിൻ്റെ ലീഡ് പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന അദ്ദേഹത്തെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മളോടൊപ്പം നമ്മുടെ ഷാർജയിലുള്ള ശുശ്രൂഷകനാണ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ US വിസിറ്റിന് പോയിരിക്കുകയാണ്. അദ്ദേഹം പാസ്റ്റർ ഡോക്ടർ സൈമൺ ചാക്കോ. അദ്ദേഹം ഷാർജ വർഷിപ്പ് സെൻറ്റർ ഓഫ് കോളേജ് ഓഫ് തിയോളജിയുടെ ഡീനായിട്ട് പ്രവർത്തിക്കുന്നു. സൈമൺ പാസ്റ്റർ നമ്മളോടൊപ്പം ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, സൂം മീറ്റിങ്ങിൽ നമുക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച മുന്നോട്ട് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ ചിലതാണ് ഇന്ന് നമ്മൾ പരിഗണിക്കുവാനായി ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ചോദിക്കുവാനായി ആഗ്രഹിക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ചർച്ചകളിൽ വന്ന ചില ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ ചില വിമർശകന്മാർ, പ്രത്യേകിച്ചും പ്രൊട്ടസ്റ്റൻ്റ് വീക്ഷണത്തിൻ്റെ തന്നെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്നുവെന്ന് നമ്മൾ കരുതുന്ന ചില വിമർശകന്മാർ ഉന്നയിച്ച ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആക്ഷേപം എന്ന് പറയുന്നത്, പെന്തക്കോസ്ത് യഥാർത്ഥത്തിൽ ഒരു പ്രൊട്ടസ്റ്റൻ്റ് പിന്തുടർച്ചയുള്ള ഒരു സമൂഹമാണോ, പെന്തക്കോസിനെ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച് എന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന ഒരു നിലയിലുള്ള ഒരു ആക്ഷേപം കഴിഞ്ഞ നാളുകളിൽ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം നമ്മുടെ മുൻപിലേക്ക് വന്നാൽ എന്തായിരിക്കും ആ വിഷയത്തോടുള്ള നമ്മുടെ പ്രതികരണം? ആദ്യം റിജു പാസ്റ്റർ സംസാരിച്ചു തുടങ്ങണം. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രത്യേക സംഘാടകർക്കും എല്ലാ ദൈവദാസന്മാർക്കും മക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഈ ചോദ്യത്തോടനുബന്ധിച്ച് ഞാൻ സഭാചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ട് ഈ ഉത്തരത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ മധ്യ കാലഘട്ടം വരെയും ഓർത്തഡോക്സ് സഭയും റോമൻ കാത്തലിക് ചർച്ചും എന്ന രണ്ട് വിഭാഗങ്ങളായിട്ട് ക്രൈസ്തവ സമൂഹം നിലനിന്നിരുന്ന ഒരു സമയത്താണ് മാർട്ടിൻ ലൂതർ 1517 റിഫോർമേഷൻ എന്ന ഈ മൂവ്മെൻ്റ് ആരംഭിക്കുന്നു. അപ്പോൾ ഈ റിഫോർമേഷൻ്റെ ഭാഗമായിട്ട് അന്ന് റോമൻ കാതലിക് സഭ മുന്നോട്ട് വയ്ക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്ന ഉപദേശങ്ങളും അന്നത്തെ പ്രാക്ടീസുകളും ദൈവവചന വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളാണെന്ന് ബോധ്യം വരുത്താനായിട്ട് അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിലൂടെയും പഠിപ്പിക്കലിലൂടെയും ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് റിഫോർമേഷൻ മൂവ്മെൻറ്റ് ഉണ്ടായെന്ന് നമുക്കറിയാം. അപ്പോൾ നേരത്തെ കേട്ടതുപോലെ 5 സോളാസ് ആ സമയത്ത് രൂപപ്പെട്ടു. ദൈവവചനം അല്ലാതെ ഇൻഫാലിബിലിറ്റി ഓഫ് ദ പോപ്പ് എന്ന ഒരു വിശ്വാസത്തിലും പഠിപ്പിക്കലുമായിരുന്നു അന്ന് റോമൻ കാതലിക് ചർച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് ഏറ്റവും ആധികാരികമായും അവസാനത്തുമായ ഉപദേശവും വസ്തുതയെന്ന് പറയുന്നത് പോപ്പിൻ്റെ അധികാരം. അപ്പോൾ ആ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരം, ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത അധികാരം എന്ന നിലയിലാണ് പോപ്പിൻ്റെ അതുവരെ ഉണ്ടായിരുന്ന പോപ്പിൻ്റെ പഠിപ്പിക്കലുകളും പോപ്പിൻ്റെ ഉപദേശങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിന് വിപരീതമായി മാർട്ടിൻ ലൂതർ മുന്നോട്ട് വെച്ചതാണ് ഇൻഫാലിബിലിറ്റി ഓഫ് ദി സ്ക്രിപ്ചർ, സോളാ സ്ക്രിപ്ചൂറ എന്ന് നമ്മൾ പറഞ്ഞ ദൈവവചനത്തിൻ്റെ ആധികാരികത. അപ്പോൾ അതിനുശേഷം ഈ റിഫോർമേഷൻ്റെ ഇമ്പാക്റ്റ് നമ്മൾ കുറച്ച് മുമ്പേ കേട്ടു, സാമ്പത്തികമായിട്ടുള്ള ഇമ്പാക്റ്റ് കേട്ടു, അതുപോലെ സാമൂഹ്യപരമായ ഇമ്പാക്റ്റ് ആ കാലഘട്ടത്തിൽ അതിശക്തമായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആത്മീയപരമായ ഇമ്പാക്റ്റ് ഉണ്ടായി. ആത്മീയപരമായ ഇമ്പാക്റ്റ് ഉണ്ടായതാണ് ലുതറനിസം എന്ന ഒരു മൂവ്മെൻറ്റ്. എന്നാൽ അതുകൂടാതെ മറ്റ് പല പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി. അപ്പോൾ മാർട്ടിൻ ലൂതറിൻ്റെ പിന്തുണയ്ക്കുന്ന ലൂതറൻ ചർച്ച് ഉണ്ടായി. അതുപോലെ
ഇംഗ്ലണ്ടിൽ റിഫോർമേഷൻ ഉണ്ടായി, ആംഗ്ലിക്കൻ സഭയുണ്ടായി. കാൽവിനെയും സ്വിംഗ്ലിയും അവരുടെ പിൻഗാമികൾ ചേർന്ന് പ്രെസ്ബിറ്റേറിയൻ സഭയുണ്ടായി. ഈ സഭകളെല്ലാം തന്നെ ഈ 5 സോളാസ് അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്തവരാണ്. അതിൻ്റെ അടുത്ത ലെവലിലുള്ള ഇമ്പാക്റ്റാണ് ജോൺ വെസ്ലി, നേരത്തെ കേട്ട ജോൺ വെസ്ലിയുടെ 1800 കാലഘട്ടത്തിൽ ജോൺ വെസ്ലിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ അതിനെ റിന്യൂവൽ മൂവ്മെൻ്റ് എന്ന് നമുക്ക് വിളിക്കാം. റിഫോർമേഷൻ്റെ നെക്സ്റ്റ് ലെവലാണ്. അപ്പോൾ ഈ റിന്യൂവൽ മൂവ്മെൻറ്റിൻ്റെ തുടർച്ച എന്നോണം 18, 19 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ ആത്മീയപരമായ ഒത്തിരി മുന്നേറ്റങ്ങളുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മോഡേൺ മിഷണറി മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ മോഡേൺ മിഷണറി മൂവ്മെൻ്റ് ഉണ്ടായി മിഷണറിമാരെ ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് അയക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ട്, 18-19 നൂറ്റാണ്ടാണ്. അങ്ങനെയുള്ള അതിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണ് 20-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ പെന്റിക്കോസ്റ്റൽ മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ റിഫോർമേഷൻ്റെ ഒരു തുടർച്ച തന്നെയാണ് പെന്റിക്കോസ്റ്റൽ മൂവ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയും. പെന്റിക്കോസ്റ്റൽ മൂവ്മെൻ്റിൻ്റെ ആരംഭ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ ആധികാരികമായ ഈ 5 സോളാസും പെന്റിക്കോസ്റ്റൽ മൂവ്മെൻ്റ് ഉൾക്കൊണ്ട് തന്നെയാണ് പോയത്. അപ്പോൾ ദൈവവചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പെന്റിക്കോസ്റ്റൽ മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. ഇൻഫാക്റ്റ് പെന്റിക്കോസ്റ്റൽ മൂവ്മെൻ്റ് ആ ഒരു ദൈവാത്മാവിൻ്റെ ശക്തമായ പ്രകടനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ആരാധന, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപദേശം, ബാപ്റ്റിസം ദ ഹോളി സ്പിരിറ്റ്, ഗിഫ്റ്റ്സ് ഓഫ് ദി സ്പിരിറ്റ്, സ്പീക്കിംഗ് ഇൻ ടങ്സ്, ഇതൊക്കെ മനസ്സിലാകുന്നത് തന്നെ ദൈവവചനം പഠിക്കുമ്പോഴാണ്. അപ്പോൾ റിഫോർമേഷൻ്റെ ഭാഗമായിട്ട് ദൈവവചനം എല്ലാ ഭാഷയിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടു, എല്ലാവരുടെയും കയ്യിലെത്തി. അത് തന്നെയാണ് പെന്റിക്കോസ്റ്റൽ മൂവ്മെൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. താങ്ക് യു പാസ്റ്റർ. ഞാൻ ഇതേ ചോദ്യം തന്നെ പാസ്റ്റർ സൈമൺ ചാക്കോയിലേക്ക് ഞാൻ ഒന്ന് പോവുകയാണ്. ഇങ്ങനെ ഒരു ആക്ഷേപം, അതായത് പെന്തക്കോസ്റ്റിന് എന്താണ് പ്രൊട്ടസ്റ്റന്റിസമായിട്ട് ബന്ധം എന്നുള്ളത് ഒരുപക്ഷെ ചരിത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള എന്തെങ്കിലും വിമർശനം എന്നുള്ള നിലയിലായിരിക്കും ചോദിക്കുന്നത്. അതിന് ഏത് നിലയിലായിരിക്കും പാസ്റ്ററിൻ്റെ ഒരു പ്രതികരണം? പ്രവർത്തകരോട് നന്ദി അറിയിക്കുന്നു. എന്റെ ഈ വിഷയത്തോടുള്ള എന്റെ ബന്ധം ഞാൻ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. ആക്ച്വലി പ്രൊട്ടസ്റ്റന്റ് എന്ന വാക്ക് നമ്മളെ അംഗീകരിച്ച വാക്കല്ല. അത് നമ്മളെ അംഗീകരിച്ച വാക്ക് ലൂതർ അപ്പീലൻസ് എന്നാണ് തന്നെ വിളിച്ചിരുന്നത്. നിങ്ങളെ തിരുത്തണമെന്ന്, റോമാസഭ തിരുത്തണമെന്ന്, റോമാസഭയെ തിരുത്താൻ വേണ്ടി അദ്ദേഹം അപ്പീലന്റ് ആണ് ചെയ്തത്. അത് കഴിഞ്ഞ് അപ്പീലൻസിലെല്ലാം അവർ തള്ളിക്കളയുകയും പിന്നെ അവരെ വിളിച്ചിരുന്നത് ഇവാഞ്ചലിക്കൽസ് എന്ന്, രണ്ടാമത് വിളിച്ചിരിക്കുന്നത് അവരെ ഇവാഞ്ചലിക്കൽസ് എന്ന്. മൂന്നാമതാണ് 1529 പ്രൊട്ടസ്റ്റന്റുകാരെന്ന് കാത്തലിക്സുകാര് ഇട്ട പേരാണ്. ഞാൻ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന ഒരു പാസ്റ്റർ എന്നല്ലേ പറയട്ടെ, ചിലപ്പോൾ നമ്മൾ ഈ വിസ അടിക്കാൻ ചെല്ലുമ്പോൾ അവരുടെ ആകെ 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് കാത്തലിക്കും പിന്നെ 2 പ്രൊട്ടസ്റ്റന്റും. ഈ പ്രൊട്ടസ്റ്റന്റ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഒറിജിനൽ അർത്ഥം മലയാളത്തിൽ അവർ മനസ്സിലാക്കുന്ന എതിരാളികൾ എന്നാണ്. ശരിക്കും എതിരാളികളല്ല, നമ്മളാണ് ശരിക്കും കാത്തലിക് പ്രസ്ഥാനത്തിന്റെ എതിരിനോട്. ഇവിടുത്തെ നമ്മുടെ പ്രസക്തമായ ചോദ്യം ആ വാക്ക് നമുക്ക് എത്രമാത്രം ആനുകൂല്യമുണ്ടെന്നുള്ളതാണ്, അത് എത്രമാത്രം ശരിയാണ്. ഞാൻ ഇങ്ങനെ അതിനെ പറയാം. മാർട്ടിൻ ലൂതറിന്റെ റീഡിസ്കവറിംഗ് വേർഡ് അദ്ദേഹം കണ്ടെത്തിയത് ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന ആശയമായിരുന്നു. അതായിരുന്നു നമ്മൾ ലാർജ്ലി പ്രൊട്ടസ്റ്റന്റാനിസത്തിൽ കാണുന്നത്. എന്നാൽ രണ്ടാമത്തെ റീജു സാറ് പറഞ്ഞ പോലെ റിഫോമേഴ്സ് അല്ലെങ്കിൽ റിവൈവലിസ്റ്റുകൾ, അവര് കുറച്ചുകൂടെ മാതൃകാപരമായ സേവനം, ഹോളിനെസ്, പേഴ്സണൽ ഹോളിനെസ്, അതായിരുന്നു അവരുടെ കണ്ടെത്തൽ. എന്നാൽ ഇത് രണ്ടിന്റെയും ബാക്ക് ഡ്രോപ്പിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധാത്മാഭിഷേകവും കൃപാവരങ്ങൾക്കും വേണ്ടിയുള്ള ശക്തമായ തീഷ്ണതയും ശക്തമായ അതിന്റെ എക്സസൈസും ഒക്കെ പെന്തക്കോസ്റ്റലിസത്തിൽ കാണുന്നത്.
അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഒരു പ്രോഗ്രസീവ് റെവലേഷനായി പ്രോഗ്രസീവായി പെന്തക്കോസ്റ്റലിസത്തിൽ വന്ന് നിൽക്കുന്നു എന്നേ ഉള്ളൂ. നമ്മുടെ ബന്ധങ്ങൾ പെന്തക്കോസ്റ്റലിസവുമായിട്ട് പ്രൊട്ടസ്റ്റാൻസുമായിട്ട് ആ വിധത്തിൽ ബന്ധപ്പെട്ട സ്പിരിച്വലി ബന്ധപ്പെട്ടതാണ്. പിന്നെ ആരുടെയെങ്കിലും തൃപ്തിക്ക് വേണ്ടി നോ എന്നേ നമുക്ക് പ്രൈമറി ആൻസർ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത് 16-ാം നൂറ്റാണ്ടിൽ നടന്നതും പെന്തക്കോസ്റ്റലിസം 19-ാം നൂറ്റാണ്ടിൽ നടന്നതുമാണ്. എന്നാൽ സ്പിരിച്വലി ആത്മീയ തലത്തിൽ ഇതൊരു സ്പിരിച്വൽ മൂവ്മെന്റ് ആയതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് ആ മണ്ണിൽ വളരുവാനാണ് പെന്തക്കോസ്റ്റലിസത്തിന് എളുപ്പമായി കഴിഞ്ഞത്. താങ്ക് യു. ഞാൻ അടുത്ത ചോദ്യം പാസ്റ്റർ സൈമൺ ചാക്കിൽ ചോദിച്ചിട്ട് ഞാൻ റിജു പാസ്റ്ററിലേക്ക് വരികയാണ്. ഇതേ പോയിന്റ് തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്ത് ചോദിച്ചാൽ, ചിലർ പലപ്പോഴും തന്നെ ഈ പ്രൊട്ടസ്റ്റന്റ് സഭകളും അല്ലെങ്കിൽ മെയിൻ ലൈൻ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളും പെന്തക്കോസ്റ്റ് സഭകളും തമ്മിൽ ചില വ്യത്യാസങ്ങളെ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും? മെയിൻ ലൈൻ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളും പെന്തക്കോസ്റ്റ് സഭകളും തമ്മിൽ ഏതെങ്കിലും നിലകളിലുള്ള വ്യത്യസ്തതകൾ ഉള്ളതായിട്ട് പറയാൻ സാധിക്കുമോ സൈമൺ പാസ്റ്റർ? പ്രധാനമായ വ്യത്യാസം എന്റെ കണ്ടെത്തലിൽ ഞാൻ ഇങ്ങനെ പറയാം, നമുക്ക് എളുപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ. പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ എപ്പോഴും ഹിസ്റ്ററിയിലേക്ക്, ബാക്ക്വേർഡിലേക്ക് നോക്കുന്നവരാ. എന്നാൽ പെന്തക്കോസ്റ്റലിസം കൂടുതലും മോർ ഓൺ എസ്കറ്റോളജിക്കലാണ്. അവര് നിത്യത, നമുക്കറിയാം, നമ്മൾ എന്തോ പറഞ്ഞാലും കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു. ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം അൺഈവന്റ് ആയിട്ട് അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് നമ്മൾ കർത്താവിന്റെ വരവടുത്തിരിക്കുന്നു, നമ്മളെല്ലാം എസ്കറ്റോളജിക്കലാണ് നമ്മുടെ ചിന്തകൾ കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പെന്തക്കോസ്റ്റലിസം മെയിൻ ലൈൻ ഇതുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ രണ്ട് വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം. ഒന്ന്, അത് നമ്മൾ കർത്തൃമേശ എടുക്കുമ്പോഴും ആ പദം ശരിക്കും പറയാറുണ്ട്. ഞാൻ നല്ല മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ നമ്മളിങ്ങനെ പറയുന്നത്, ഇത് എന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറയുന്നത് ക്രൂശിന്റെ ഓർമ്മയാണ്. എന്നാൽ ഞാൻ വരുവോളം, ഇതെന്റെ മരണത്തിൽ ഞാൻ വരുവോളം എന്നുള്ളത് എസ്കറ്റോളജിക്കലാണ്. ശരിക്കും സഭ ഇത് രണ്ടും അനുവർത്തിക്കണം. എന്നാൽ പെന്തക്കോസ്റ്റൽസ് കൂടുതൽ എസ്കറ്റോളജിക്കലാണ്, കർത്താവിന്റെ വരവാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ. രണ്ടാമത്തേത്, ജീവിത വിശുദ്ധിയും വിശ്വാസത്താലുള്ള നീതീകരണവും ജീവിത വിശുദ്ധിയും, ഇത് രണ്ടും കാൽവനിസത്തിന്റെയും പ്രൊട്ടസ്റ്റാന്റ് ലൂതറൻസിന്റെ ഒക്കെ കോൺട്രിബ്യൂഷൻ ആയിരുന്നെങ്കിലും ദൈവത്തിന്റെ ശബ്ദം നേരിട്ട് ചെവിയിൽ കേൾക്കുക, അത് വ്യാഖ്യാനിക്കുക, ഇന്റർപ്രറ്റ് ചെയ്യുക, ഹീലിംഗ്, മനുഷ്യന്റെ അടിസ്ഥാനപരമായ രോഗങ്ങൾ, പ്രശ്നങ്ങൾ, മാനസിക ആഘാതങ്ങൾ, നാളുകളെ കുറിച്ചുള്ള ആവലാതികൾ, ഇവയ്ക്കൊക്കെ ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ് മറുപടി കിട്ടുമെന്നുള്ള പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റുകൾ, ഹീലിങ്ങുകൾ. അപ്പോൾ തന്നെ പെന്തക്കോസ്തുകാര് മെയിൻ ആയിട്ട് നമ്മുടേത് കുറച്ചുകൂടെ സ്പോണ്ടേനിയസ് ആണ്, ഇമോഷണൽ ആണ് നമ്മുടെ ആരാധനയൊക്കെ. നമുക്കൊരു സ്ട്രക്ചറൽ ആരാധനയില്ല. ഇവിടെയാണ് മെയിൻ ലൈൻ ചർച്ചസുകാർക്ക്, അവർക്ക് ചില സ്ട്രക്ചറുകളുണ്ട്, അവർക്ക് ചില ക്ലർജി ഓർഡറുകളുണ്ട്, അവർക്ക് വായിക്കേണ്ടുന്ന പുസ്തകങ്ങളുണ്ട്. പിന്നെ മൂന്നാമത്തേത് ഞാൻ കാണുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ അകത്ത് കൂടുതലും നമ്മള് ഈ ദൈവവുമായുള്ള ബന്ധമാണ് കൂടുതലുള്ളത്. നമ്മള് വി ആർ മോർ ഓൺ നിത്യത, സ്വർഗരാജ്യം, സ്വർഗത്തിലെ പ്രതിഫലം. എന്നാൽ ഈ മെയിൻ ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് അവർക്ക് കൂടുതൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർക്ക് ഹോസ്പിറ്റൽസ് ഉണ്ട്, കോളേജസുകളുണ്ട്, വൊക്കേഷണൽ ട്രെയിനിങ് സെന്ററുകളുണ്ട്, അനാഥശാലകളുണ്ട്, വിധവാ സെന്ററുകളുണ്ട്. അങ്ങനെ അവരൊരു രാജ്യത്തിന്റെ പുരോഗതിക്കും കൂടെ ആഴത്തിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ പെന്തക്കോസ്ത് സമൂഹം, അല്ലെ കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം ഇനിയും അക്കാര്യം ചിന്തിക്കണം എന്ന ഒരു കാര്യം കൂടെ ഞാനിവിടെ. കരിസ്മ നല്ലതാണ്, ബാപ്റ്റിസ്റ്റ് ഹോളി സ്പിരിറ്റ് ഭയങ്കര അത്യാവശ്യമാണ്. അപ്പോൾ തന്നെ നാം കേട്ടതുപോലെ, മുൻപുള്ള ദേവദാസന്മാർ പറഞ്ഞതുപോലെ, നമുക്ക് ആഴമായി സാമൂഹിക പ്രതിബദ്ധതയും കൂടെ വേണം എന്ന ഒരു ഓർമ്മപ്പെടുത്തല്. താങ്ക് യു ബസ്. ഞാനതേ ചോദ്യം തന്നെ റിജു പാസ്റ്ററിലേക്ക് വരികയാണ്. മെയിൻ ലൈൻ പ്രൊട്ടസ്റ്റന്റ് സഭകൾ, അവരും നമ്മളും തമ്മിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? സൈമൺ പാസ്റ്ററിനോട് പറഞ്ഞതിനോട് എന്തൊക്കെയാണ് കൂടിച്ചേർക്കാനുള്ളത്? ഡോക്ടർ സൈമൺ പറഞ്ഞതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് മെയിൻ ലൈൻ ചേർച്ചസിൻ്റെ പ്രധാനപ്പെട്ട തിയോളജിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ട്രഡീഷണൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ തിയോളജിക്കൽ അപ്രോച്ചാണ്. അപ്പോൾ
ഏൻഷ്യൻ ചർച്ച് ഫാദേഴ്സിൽ നിന്നും അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് ലീഡേഴ്സിൻ്റെ തിയോളജിക്കൽ ഫ്രെയിംവർക്കിൽ തന്നെയാണ് അവർ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 5 സോളാസിനെ അവർ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ആ തിയോളജിക്കൽ ഫ്രെയിംവർക്ക് അതിൽ തന്നെ നിൽക്കുകയും ചെയ്യുമ്പോൾ പെൻഡക്കോസ്റ്റൽ തിയോളജി, പെൻഡക്കോസ്റ്റൽ ചർച്ചസിൻ്റെ പ്രത്യേകത മോർ എക്സ്പീരിയൻഷ്യൽ തിയോളജിയാണ്. അപ്പോൾ ഈ ദൈവവചനവും അതുപോലെ ഈ 5 സോളാസിനെയും നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഡക്കോസ്റ്റൽ തിയോളജി ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നെങ്കിലും നാം പ്രാധാന്യം കൊടുക്കുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള കൃപാവരങ്ങൾ, വെളിപ്പാടുകൾ, ദർശനങ്ങൾ, അങ്ങനെയുള്ള എക്സ്പീരിയൻഷ്യൽ തിയോളജി അതൊരു മേജർ ഡിഫറൻസ് ആണ്. രണ്ടാമത് ഡോക്ടർ സൈമൺ പറഞ്ഞതുപോലെ സ്ട്രക്ചർ, അത് വർഷിപ്പിലായാലും പ്രാക്ടീസിലായാലും ലിറ്റർജിക്കൽ വർഷിപ്പിൽ തന്നെ ഇന്നും അവർ മുന്നോട്ട് പോകുന്നു. എന്നാൽ പെൻഡക്കോസ്റ്റൽ വർഷിപ്പും പ്രാക്ടീസും ഒരു സ്ട്രക്ചേർഡ് അല്ല. കാരണം ഈ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ദൈവാത്മാവിൻ്റെ ഗൈഡൻസിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മറ്റൊരു കാര്യം, ഇന്നും സാക്രമെൻ്റൽ തിയോളജി അവർ തുടരുന്നുണ്ട്. അപ്പോൾ സാക്രമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ബാപ്റ്റിസം എന്നതൊരു സാക്രമെൻ്റ് ആയിട്ട് തന്നെ അവർ തുടരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രൊട്ടസ്റ്റന്റ് മെയിൻലൈൻ ചർച്ചസിൽ 2 വിഭാഗങ്ങൾ അല്ലെങ്കിൽ 2 തിയോളജിക്കൽ അപ്രോച്ച് അവരെടുക്കുന്നുണ്ട്. അതായത് അഡൽട്ട് ബാപ്റ്റിസം വേണ്ടവർക്കാകാം, എന്നാൽ ഇൻഫൻറ്റ് ബാപ്റ്റിസം വേണ്ടവർക്കാകാം. ആ ഒരു അപ്രോച്ചിലാണ് അവർ പോകുന്നത്, കാരണം അത് സാക്രമെൻ്റൽ തിയോളജി ആയതുകൊണ്ട്. എന്നാൽ പെൻഡക്കോസ്റ്റൽ തിയോളജി, ഇൻഫാക്റ്റ് മാർട്ടിൻ ലൂതർ ബാപ്റ്റിസത്തെക്കുറിച്ച് നന്നായിട്ട് പഠിപ്പിച്ച ആളാണ്. അപ്പോൾ സോളാ ഫിഡെ എന്ന ആശയത്തിൽ നിന്നുകൊണ്ട് ബാപ്റ്റിസം പഠിപ്പിച്ച ആളാണ്. പക്ഷേ അവർ ആ ഒരു നിലവാരത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പെൻഡക്കോസ്റ്റൽ ചർച്ചസ് അഡൽട്ട് ബാപ്റ്റിസം, വിശ്വാസ സ്നാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ നമ്മൾ പറഞ്ഞ സോഷ്യൽ എൻഗേജ്മെൻറ്റ്, അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസ് കൂടുതൽ പ്രാധാന്യത്തോടെ ആ കാര്യം കൈകാര്യം ചെയ്യുന്നു. സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. എന്നാൽ പെൻഡക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി നേരത്തെ കേട്ടതുപോലെ മോർ എസ്കറ്റോളജിക്കൽ ആയതുകൊണ്ട് ആ ഒരു നിലവാരത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. ഈ കഴിഞ്ഞ 100 വർഷം പെൻഡക്കോസ്റ്റൽ സമൂഹം സാമൂഹ്യപരമായ കാര്യങ്ങളിൽ പ്രവർത്തനത്തിന് പ്രാധാന്യം കുറഞ്ഞുപോയി. അപ്പോൾ അതൊരു വ്യത്യാസമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പെൻഡക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മെയിൻലൈൻ ചർച്ചസിനെ പോലെ ഒരു സോഷ്യൽ എൻഗേജ്മെൻറ്റ് ഈ കാലഘട്ടത്തിൽ ഇല്ല. അതിനൊരു വ്യത്യാസം വന്ന് നന്നായിരിക്കും. എൻ്റെ അടുത്ത ചോദ്യത്തിനുള്ള മറുപടിയും കൂടി പാസ്റ്ററിൻ്റെ മറുപടിയിൽ ഉൾപ്പെട്ടിരുന്നു. എങ്കിലും ഞാനത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതുകൊണ്ട് ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ മെയിൻ ലൈൻ പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ, ഇപ്പോൾ നമ്മൾ അറിയുന്ന ലൂതറൻ സഭകൾ, അല്ലെങ്കിൽ പ്രസ്ബിറ്റീരിയൻ റിഫോംഡ് ചർച്ചുകൾ, മെത്തഡിസ്റ്റ് സഭകളൊക്കെ, ഇങ്ങനെയുള്ള ഈ മെയിൻ ലൈൻ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്ന് പെന്തക്കോസ്ത് സമൂഹത്തിന് എന്തെങ്കിലും പഠിക്കേണ്ടതായിട്ടുണ്ടോ? കാരണം നമ്മുടെ ഇടയിൽ തന്നെ ഈ മെയിൻ ലൈൻ പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളുടെ ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു വലിയ ഭാഗമെങ്കിലും ഒരു ലിബറൽ ചിന്താഗതിയിലേക്ക് പോയിട്ടുള്ളവരാണ്. അപ്പം അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരൽപ്പം പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. എങ്കിലും അവരിൽ നിന്ന്, ആ മെയിൻ ലൈൻ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കേണ്ടതുണ്ടോ പെന്തക്കോസ്ത് സമൂഹത്തിന്? നമ്മൾ റിഫോർമേഷൻ്റെ ചരിത്രം പഠിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ് ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ്റെ ചരിത്രവും. അപ്പോൾ മാർട്ടിൻ ലൂതർ പ്രാധാന്യം കൊടുത്ത് ദൈവവചനം പഠിപ്പിച്ചു. അതിനുശേഷം ദൈവവചനം എല്ലാവരുടെ കയ്യിൽ എത്തിയപ്പോൾ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം, അതെങ്ങനെ വ്യാഖ്യാനിക്കപ്പെടണം, അത് ഏൻഷ്യൻ്റ് സഭയിലുണ്ടായിരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ചർച്ച് ഫാദേഴ്സിൻ്റെ അവർ അന്ന് ഉണ്ടാക്കിയ ആ ഇൻ്റർപ്രിട്ടേഷൻ്റെ ടൂൾസിനെയൊക്കെ വെച്ചുകൊണ്ട് റിഫോർമേഷൻ കാലഘട്ടത്തിൽ ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ നന്നായിട്ട് വളർന്നു. അത് ആ കഴിഞ്ഞ 500 വർഷം
മെയിൻലൈൻ ചർച്ചസ് അവരുടെ നിന്നുണ്ടായിട്ടുള്ള സ്കോളേഴ്സ് ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ വളരെയധികം ആധികാരികതയോടെ അവർ ഡെവലപ്പ് ചെയ്തു. പെന്തക്കോസ്ത് സമൂഹത്തെ സംബന്ധിച്ച് ദൈവവചനത്തിന് ആധികാരികത കൊടുക്കുകയും ദൈവവചനത്തിന് അടിസ്ഥാനമാക്കി ദൈവവചന ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമ്പോൾ തന്നെ ഈ ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷന് ആധികാരികത കുറഞ്ഞു പോകുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം പലപ്പോഴും നാം പ്രാധാന്യം കൊടുക്കുന്നത് ശരിയാണ്, ദൈവാത്മാവിൻ്റെ വെളിപ്പാടുകൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ തന്നെ ദൈവവചനത്തെ ആധികാരികമായി പഠിക്കുകയും ആ ആധികാരികതയോടുകൂടിയുള്ള വെളിപ്പാട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിബ്ലിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ അത് പലപ്പോഴും കുറഞ്ഞു പോകുന്നു നമ്മുടെ സമൂഹത്തിൽ, അല്ലെങ്കിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്നവരുടെ. എന്നാൽ നമ്മുടെ ഇടയിൽ തന്നെ ദൈവവചനം നന്നായി പഠിക്കുകയും തിയോളജിക്കൽ ഡിഗ്രീസ് എടുക്കുകയും ചെയ്ത ദൈവദാസന്മാർ ഒരുപാട് പേരുണ്ട്. അവർ ആ എക്സജറ്റിക്കൽ സ്റ്റഡി ചെയ്യുകയും അത് ദൈവവചനത്തിൻ്റെ ആധികാരികതയുടെ വെളിപ്പാടുകൾ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നു 100%. അങ്ങനെ വേണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ചിലർ, അങ്ങനെ ഞാൻ പറയത്തുള്ളൂ, കൂടുതൽ ഡയറക്റ്റ് എനിക്ക് കിട്ടുന്ന വെളിപ്പാടാണ് എന്ന് പറഞ്ഞ് ഒരു വാക്യം വായിക്കുകയും ആ വാക്യത്തിന് ഒരുപക്ഷെ ആ വാക്യത്തിൻ്റെ ആധികാരികമായ ഒരു വ്യാഖ്യാനമായിരിക്കില്ല പറയുന്നത്, എനിക്ക് ഇപ്പോൾ കിട്ടിയ വെളിപ്പാടാണെന്ന് പറയുമ്പോൾ പലപ്പോഴും ആ ദൈവവചന ഭാഗവുമായിട്ട് അതിനൊരു ബന്ധം കാണത്തില്ല. അപ്പോൾ അങ്ങനെ അതിന് നമ്മൾ ഒരുപക്ഷെ അവരിൽ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് എൻ്റെ അഭിപ്രായത്തിൽ നാം പഠിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്കെങ്ങനെ സമൂഹത്തെ സേവിക്കാൻ കഴിയും, എത്രത്തോളം സോഷ്യൽ എൻഗേജ്മെൻറ്റിലൂടെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ കഴിയും. അത് നല്ല ഒരു ഏരിയ ആണ്, ഒരു മേഖലയാണ്, നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഗമാണ്. അതും നാം അവിടെ നിന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. ഞാൻ വീണ്ടും സൈമൺ പാസ്റ്ററിലേക്ക് പോവുകയാണ്. ഇതേ ചോദ്യം തന്നെ, നമുക്ക് എന്തെങ്കിലും ഈ മെയിൻ ലൈൻ പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിൽ നിന്ന് പഠിക്കേണ്ടതുണ്ടോ? പാസ്റ്റർ റിജു തരകൻ പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കാൻ എന്താണുള്ളത്? റിജു തരകൻ സാറ് പറഞ്ഞതിനോട് 100% ഞാൻ അതിനോട് ചേരുന്നു. എനിക്ക് ചിലത് ചേർക്കാനുള്ളത്, ഈ പെന്തക്കോസ്റ്റൽസിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ നമ്മുടെ ഒരു ഹോളിനെസ് അണ്ടർസ്റ്റാൻഡിങ്, പേഴ്സണലാണ് കൂടുതലായിട്ട്. ഞാൻ വിശുദ്ധനായിരിക്കുക, ഞാൻ എന്നുള്ളതാണ്. ആ ഐ എന്നത് വിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായിരുന്നു ആ ശമര്യക്കാരന്റെ കഥയിൽ ആ പുരോഹിതനും ലേവ്യനും പറ്റിയത്. അവൻ ആ വീണ് കിടക്കുന്നവന്റെ ഉള്ളിലെ ഗോഡ്സ് ഇമേജ് കാണാൻ പറ്റിയില്ല. അവനെയും കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നതായിരിക്കണം. ആ പുരോഹിതന് തന്റെ ഡ്യൂട്ടി ചെയ്യേണ്ടതിന് ഇവനെ തൊടാൻ പാടില്ല, കാരണം അശുദ്ധനായി. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. അവനെയും കൂടെ എടുക്കാൻ പറ്റുന്ന, സമൂഹത്തിൽ മുറിവേറ്റവനെയും അശരണരെയും കൂടെ ചേർത്തെടുക്കാൻ പറ്റുന്ന, അന്യനിൽ ദൈവത്തിന്റെ ഇമേജ് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഹോളിനെസ്സിലേക്ക് കയറി വരണമെന്നൊരു ചിന്ത. രണ്ടാമത്തേത്, പെന്തക്കോസ്റ്റലിസത്തിനകത്ത് റീജു സാറ് പറഞ്ഞല്ലോ, എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. അന്നേരം കിട്ടുന്ന വെളിപ്പാട്, നമ്മൾ വെളിപ്പാടുകളുടെ ആധികാരികതയെ പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ തന്നെ അത് ദൈവസഭയെ വിഭജിക്കുന്നതാകരുത്. എനിക്ക് ഇന്ന വെളിപ്പാടുണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഐസൊലേഷൻസും സെഗ്മെന്റേഷനും പെന്തക്കോസ്റ്റലിനകത്ത് കൂടിയിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു പ്രൊട്ടസ്റ്റന്റ് ചർച്ചിലെ ഒരു മർത്തോമ ചർച്ചിനോ അല്ലെങ്കിൽ ഒരു ലൂതറൻ ചർച്ചിനോ അവർക്ക് വിഭജിച്ച് വേറൊരു ലൂതറൻ ചർച്ചാകാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ തന്നെ അതേ ആശയം കൊണ്ട് ആ പാസ്റ്ററെ അല്ലെ ആ നേതാവിന്റെ വ്യക്തിപരമായ വെളിപ്പാട്, സോറി വി നീഡ് ടു ബി മോർ ഡിസിപ്ലിൻ. അവിടെ നമ്മൾ ആ സ്ട്രക്ചർ നമുക്ക് വളരെ ഉപകാരം ചെയ്യുമെന്ന്, അത് നമ്മൾ എന്താ പറയുന്നത്, നമുക്കൊരു ഡിസിപ്ലിൻ ആവശ്യമാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല, അത് അത്യാവശ്യമാണ് വളർച്ചയ്ക്ക് എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈല് കാണുന്ന പെന്തക്കോസ്റ്റൽ ചർച്ചസ് മോർ ഓൺ മെയിൻ്റെനൻസ് റാദർ മിഷൻസ്. മെയിൻ്റെനൻസ് ഉള്ളവരെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്തു പോവുക, അതിനപ്പുറത്ത് മിഷനിലേക്ക് ഈ പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകൾ ലക്ഷ്യം വെക്കുന്ന ദേശീയതയിലേക്ക്, മാനവികതയിലേക്ക്, മാർജിനലൈസ് ചെയ്യപ്പെട്ടവനെയും ദളിതനെയും, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടല്ലോ,
അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പെൻഡക്കോസ്റ്റൽ സൗണ്ട് ഡോക്ട്രിൻ, സൗണ്ട് തിയോളജി നമുക്കുണ്ടായേ പറ്റുകയുള്ളൂ. അത് പഠിക്കാൻ നമ്മുടെ ഇതിന്റെ നേതൃത്വത്തിൽ വരുന്നവർ തയ്യാറായേ പറ്റുകയുള്ളൂ. ഈ യോഗത്തിൽ ആ സജഷൻ ഞാൻ ശക്തമായി മുൻപോട്ട് വയ്ക്കുകയാണ്. നമുക്ക് അതുപോലെ ഇന്റർ ഡയലോഗുകൾ നമുക്കുണ്ടാകണം. അവരുമായിട്ട് പ്രൊട്ടസ്റ്റന്റ് ചർച്ചസും പെന്തക്കോസ്റ്റൽ ചർച്ചസുമായിട്ട് വേദികൾ പോകുമെന്ന ഭയത്താൽ, അല്ലെങ്കിൽ അവരുടെ സൗണ്ട് ഡോക്ടറോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ഭയത്താൽ, അങ്ങനെയല്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഡയലോഗ് ചെയ്യാനുള്ള ഓപ്പൺ വേദികൾ ഉണ്ടാവണം. ഇതെല്ലാം ഈ കാര്യത്തിൽ നാം അവരിൽ നിന്ന് പഠിക്കേണ്ടുന്നതാണ്. താങ്ക് യു പാസ്റ്റർ. ഞാൻ അടുത്ത ചോദ്യം പാസ്റ്ററിനോട് തന്നെയാണ്. ഇപ്പോൾ പെന്തക്കോസ് വിശ്വാസത്തെ നമ്മൾ ഈ പ്രൊട്ടസ്റ്റന്റിസത്തിൻ്റെ ആ ഒരു ചരിത്രം പറഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു നവീകരണത്തിൻ്റെ ഒരു കൾമിനേഷൻ, അതിൻ്റെ ഒരു ഉത്തുംഗ ശൃംഗം, അതിൻ്റെ ഏറ്റവും അവസാനത്തെ പാദം എന്ന് നമുക്ക് വേണമെങ്കിൽ പെന്തക്കോസ് മുന്നേറ്റത്തെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് ഈ നവീകരണത്തിൽ അടുത്തതായി എന്താണ് വരേണ്ടത്, അല്ലെങ്കിൽ എന്തെങ്കിലും വരേണ്ടതായിട്ടുണ്ടോ? എന്താണ് ഈ നവീകരണ മുന്നേറ്റം? ഇപ്പം നമ്മൾ ലൂതറൻ റിഫർമേഷൻ, പിന്നെ അതിനുശേഷം കാൽവിൻ്റെ കാര്യങ്ങൾ നമ്മൾ കേട്ടു. വെസ്ലിയുടെ കാര്യത്തിൽ ഹോൾനെസ്സിനെ കുറിച്ചുള്ള ചിന്തകൾ. അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ തിരുവഴുത്തിൻ്റെ മുഴുവൻ വെളിപ്പാടിനെയും സംശീകരിക്കുന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളെക്കുറിച്ചുള്ള ബോധ്യതയോടെ ഒരു സമൂഹം മുന്നോട്ട് വരുന്നു. അതാണ് പെന്തക്കോസ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഈ നവീകരണത്തിന് എന്തെങ്കിലും മുന്നേറ്റം ആവശ്യമുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്താണെന്നാണ് പാസ്റ്റർ ചിന്തിക്കുന്നത്? സൈമൺ പാസ്റ്റർ. എന്റെ അണ്ടർസ്റ്റാൻഡിങ്, നവീകരണം എല്ലാ കാലത്തുമുണ്ട്. അങ്ങനെ ഒരു ലാറ്റിൻ സേയിങ് തന്നെയുണ്ട്. റിവൈവൽ എല്ലാ കാലത്തുമുണ്ട്. അതുപോലെ പെന്തക്കോസ്റ്റലിസം ദൈവത്തിന്റെ സമ്പൂർണമായ വെളിപ്പാടിനെ എക്സ്ട്രാക്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ഗോഡ് ഈസ് ആൻ എറ്റേണൽ മിസ്റ്ററി. ദൈവം ഒരു നിത്യമായ മർമ്മമാണ്. അതുകൊണ്ട് ഈ റിഫോർമേഷൻ മൂവ്മെന്റിനെ ലൂതറിനെ സഹായിച്ചതുപോലെ, കാൽവിനെ സഹായിച്ചതുപോലെ, സ്വിംഗ്ലിയെ സഹായിച്ചതുപോലെ, മെത്തഡിസ്റ്റ് ഹോളിനസ് ഫാദേഴ്സിനെ സഹായിച്ചതുപോലെ, പെന്തക്കോസ്റ്റലിന്റെ ആരംഭത്തിൽ സഹായിച്ചതുപോലെ, ഇനിയും ദൈവത്തിന്റെ പദ്ധതിയിൽ അതിനൂതനമായ ദൈവത്തിന് സമൂഹത്തിൽ ചെയ്യാനുള്ള അനേകമായ അനുഗ്രഹീത പദ്ധതികൾ ഉണ്ട്, അവന്റെ തിരുഹൃദയത്തിലുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. മോശയെ കൊണ്ട് ചെയ്യിച്ചത് കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ വിടുതൽ പൂർണ്ണമായില്ല. ഒരു യോശുവയെ ദൈവം ഉപയോഗിച്ചു, അതിനുശേഷം ദൈവം ദാവീദിനെ ഉപയോഗിച്ചു, അതിനുശേഷം ജ്ഞാനിയായ ഇവരെ കൊണ്ടൊന്നും പൂർണ്ണത വന്നത് യേശു ക്രിസ്തുവിനെ ഉപയോഗിച്ചു. ഇന്ന് പരിശുദ്ധാത്മാവ് ചരിത്രത്തിൽ ഇടപെടുന്നു. അങ്ങനെ ദൈവത്തിന്റെ റിഫോർമേഷൻ മൂവ്മെന്റ്, റിവൈവൽ മൂവ്മെന്റ് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഒരിടത്തും ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. പെന്തക്കോസുകാർക്ക് ഇനിയും എന്തെങ്കിലും ചെയ്യാനുണ്ടോ? സ്തോത്രം. ലൂതറിന്റെ റിവൈവൽ ആരംഭിച്ചത് പുൾപിറ്റിൽ നിന്നായിരുന്നു. കാൽവിനിസ്റ്റുകൾക്ക് അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്നായിരുന്നു. പെന്തക്കോസ്റ്റലിസം പ്രാർത്ഥനാ മുറിയിൽ നിന്നായിരുന്നു. ഇനിയും ഒരു റിവൈവൽ ആരംഭിക്കണം. അത് സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കട്ടെ, കോളേജുകളിൽ നിന്ന് ആരംഭിക്കട്ടെ, ക്ഷന്തസ്ഥലങ്ങളിൽ നിന്ന് ആരംഭിക്കട്ടെ. വലിയൊരു ദൈവ സാന്നിധ്യം കൊണ്ട് ഞാൻ കൃപയാൽ എൻ്റെ യാത്രക്കിടയിൽ വെയിൽസിലെ റിവൈവൽ നടന്ന ചർച്ചിൽ പോയി. ആ ചർച്ചിൽ എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ആ ഗൈഡ് വന്ന്, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്, വായിച്ചു കേട്ടതല്ല. ദൈവം ഉപയോഗിച്ച ആ റിവൈവലിസ്റ്റ്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇപ്പൊ ഓർക്കുമ്പോ പറയാം. ആർക്കെങ്കിലും ഓർമ്മയുണ്ട് ഒരു വാക്ക് പറയാൻ? അദ്ദേഹത്തിന് ദൈവം ഉപയോഗിച്ച ഇംഗ്ലണ്ടിലെ വെയിൽസിലെ ദൈവം ഉപയോഗിച്ച റിവൈവലിസ്റ്റ് ഇവാൻ റോബർട്ട്സ്. താങ്ക് യു, ഇവാൻ റോബർട്ട്സ്. ഓൾറൈറ്റ്, ഇവാൻ റോബർട്ട്സ്. അദ്ദേഹത്തിന്റെ ആ ചർച്ചിലെ പത്രങ്ങൾ, ആ ഇടയിൽ വന്ന പത്രങ്ങൾ ഇങ്ങനെ കെട്ടുകണക്കിന് ഞങ്ങളെ എടുത്തു കാണിച്ചു. അതിനകത്ത് എഴുതിയിരിക്കുന്ന വാർത്ത ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് വായിച്ചു. ജഡ്ജി പറയുകയാണ്, ഇന്ന് നമ്മുടെ കോടതി അടച്ചിടാം, കോടതി കേസില്ല. പോലീസ് സ്റ്റേഷനിലെ പോലീസ് പറയാണ്, നമുക്ക് ഇന്നിവിടെ വെറുതെ ഇരിക്കാം, നമ്മുടെ കോടതികളിൽ പോലീസ് സ്റ്റേഷനിൽ കേസില്ല, കാര്യം കുത്തു നടക്കുന്നില്ല, സീറോ ക്രൈം. തീർന്നില്ല. ഗവൺമെന്റ് ഓഡിറ്റ് നോക്കിയപ്പോൾ പൗരന്മാരിൽ ബഹുഭൂരിപക്ഷവും അങ്ങ് ടോപ്പ് ലെവലിൽ, ഏറ്റവും ബഹുഭൂരിപക്ഷത്തിൽ അവര് ടാക്സ് പേ ചെയ്യുന്നു. നോക്കിക്കേ. എന്നിട്ട് അടുത്ത ഏറ്റവും വലിയ മറ്റൊരു വാർത്ത അതിനകത്ത് ഞാൻ വായിച്ചതാണ്,
വീടുകൾക്കൊന്നും താഴും താക്കോലും വേണ്ട, തുറന്നു കിടന്നാലും മോഷണമില്ല, ബാറുകൾ അടച്ചുപൂട്ടി. അതൊക്കെ ഒരു റിവൈവലിന് ചരിത്രത്തിൽ ചെയ്യാൻ കഴിഞ്ഞത്, പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഇന്നും ഇംഗ്ലണ്ടില് ആ വെയിൽസിലെ ആ ചർച്ചില് ആ പത്രക്കെട്ടുകളിൽ അത് നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ ഒരു റിവൈവൽ, അതുപോലെ കറപ്ഷൻ ഇല്ലാത്ത ഒരു ശരിക്കും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയുന്ന, തിരുവചനത്തിൽ ആ വാക്യമുണ്ടല്ലോ അല്ലെ, ദൈവത്തിന്റെ സമാധാനം കൊണ്ട് നിറയുന്ന ആ ഒരു അനുഭവം ഞാൻ സ്ട്രോങ് ആയിട്ട് ഈ തലമുറയിൽ പ്രതീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് റിജു തിരങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ ചോദ്യം തന്നെ, അതായത് ഈ പെന്തക്കോസ് ആണ് നവീകരണത്തിന്റെ ഇപ്പോഴത്തെ ഒരു പിന്നാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, തിയോളജിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ. അതിനുശേഷം പല വിഭാഗങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു കണ്ടിന്യൂഷനിൽ ആ പൂർണ്ണതയിലേക്ക് വന്നു. ഇതിൻ്റെ അപ്പുറത്ത് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ഒരു ചോദ്യം. ഈ റിഫോർമേഷൻ്റെ ഇമ്പാക്റ്റിൽ നമ്മൾ പല പോസിറ്റീവ് ഇമ്പാക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് ക്രൈസ്തവരുടെ ഇടയിൽ ഉണ്ടായ ഡിസ്യൂണിറ്റി. അതുവരെയും റോമൻ കാത്തലിക് സഭ എന്ന ഒരു സഭയായി നിന്നത് പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗങ്ങളായി മാറി. പല ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വലിയ ഗ്രൂപ്പുകൾ പല സഭാ വിഭാഗങ്ങളായി മാറി. അങ്ങനെ ക്രൈസ്തവരുടെ ഇടയിൽ ഡിവിഷൻസ് ഉണ്ടായി പ്രൊട്ടസ്റ്റൻ്റ് റിഫോർമേഷൻ മുഖാന്തരം. അത് തുടർന്നുകൊണ്ടേയിരുന്നു. ആ ഒരു മൂവ്മെൻറ്റ്, റിഫോർമേഷൻ്റെ ഇമ്പാക്റ്റ് പിന്നീട് വന്ന റിന്യൂവൽ മൂവ്മെൻറ്റ്, റിവൈവൽ മൂവ്മെൻറ്റിലെല്ലാം തുടർന്നുകൊണ്ടേയിരുന്നു. പെന്തക്കോസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായപ്പോഴും പെന്തക്കോസ്റ്റ് മൂവ്മെൻ്റ് ആരംഭത്തിൽ മുതലേ ആ ഒരു ഡിവിഷൻസ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റ് ഒരു അവസാനമല്ല, ഈ മൂവ്മെൻറ്റിൻ്റെ തുടർച്ചയാണ്. ഇനിയും ഇത് മുമ്പോട്ട് പോകും. പെന്തക്കോസ്റ്റൽ മൂവ്മെൻറ്റിൻ്റെ ക്ലാസിക്കൽ പെന്തക്കോസ്റ്റലിസം എന്നതിൽ നിന്ന് പിന്നീട് കരിസ്മാറ്റിക് മൂവ്മെൻറ്റ്, തേർഡ് വേവ് മൂവ്മെൻ്റ് ഉണ്ടായി. ഇന്ന് നാം അറിയപ്പെടുന്ന ന്യൂ പെന്തക്കോസ്റ്റലിസം അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ചർച്ചസ് എന്ന മൂവ്മെൻ്റ് ഉണ്ടായി. നാം ചിന്തിക്കുന്നത് പോലെ ഇത് തുടരണം. എന്നാൽ നമ്മുടെ ഇടയിൽ ഈ മൂവ്മെൻറ്റ് തുടരുമ്പോൾ ഈ ഇമ്പാക്റ്റിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. ഡിസ്യൂണിറ്റി എന്നത്, ഡിവിഷൻസ് എന്നത് ഇന്നും പെന്തക്കോസ്റ്റ് സമൂഹത്തെ കാർന്നു നിന്ന ഒരു വിഷയമാണ്. അതിൽ നിന്നും നമ്മൾ പുറത്തു വരാൻ കഴിയണം. സഭകൾ ഒരുമിച്ച് പ്രവർത്തിപ്പാനും ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെ ഒരുമിച്ച് സഹകരിക്കാനും കഴിയുന്ന നല്ല ഒരു അനുഭവം മുമ്പോട്ടുണ്ടാകണം. അങ്ങനെ ഈ മൂവ്മെൻറ്റ് തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ഈ മൂവ്മെൻറ്റിൻ്റെ തുടർച്ചയെന്നോണം കുറച്ചും കൂടെ സോഷ്യൽ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ, ഒരുമിച്ച് നിന്ന് പ്രവർത്തിപ്പാൻ. അപ്പോൾ 1910 ശേഷമുള്ള സമയത്ത് പെന്തക്കോസ്റ്റ് മൂവ്മെൻറ്റിന് പാരലായിട്ടുണ്ടായ ഒരു മൂവ്മെൻറ്റാണ് എക്യൂമെനിക്കൽ മൂവ്മെൻറ്റ്. ക്രൈസ്തവ സമൂഹങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു നിലവാരത്തിൽ പെന്തക്കോസ്റ്റ് സമൂഹത്തിനിടയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുവാൻ പെന്തക്കോസ്റ്റ് സമൂഹത്തിന് കഴിയും. അതുകൊണ്ട് ഈ മൂവ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുകയും നമ്മളൊക്കെ അതിനകത്ത് ഭാഗവാക്കാകുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമയം മുന്നോട്ട് കിടന്നുവെങ്കിലും ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം, ഈ മുന്നേറ്റം എന്ന് പറയുമ്പോൾ ഉപദേശപരമായിട്ടുള്ള മുന്നേറ്റങ്ങളാണല്ലോ യഥാർത്ഥത്തിൽ നവീകരണത്തിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ വിശുദ്ധിയെക്കുറിച്ച് ധാരാളം പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഉപദേശപരമായ ഏതെങ്കിലും വിഷയത്തിൽ ആ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു നവീകരണം, കൂടുതൽ ആഴത്തിലുള്ള ബോധ്യത അത് ആവശ്യമുണ്ടെന്ന് പാസ്റ്റർ കരുതുന്നുണ്ട്, ഏതെങ്കിലും ഉപദേശ വിഷയങ്ങളിൽ പ്രത്യേകമായി? യെസ്, തീർച്ചയായിട്ടും. ഉപദേശ സംബന്ധമായിട്ട് നമുക്കൊരു ഉപദേശ ക്രോഡീകരണം ഉണ്ടാകണം. ഇൻഫാക്ട് നമ്മൾ പെന്തക്കോസ്റ്റ് സമൂഹത്തിന് പെന്തക്കോസ്റ്റൽ തിയോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും പലപ്പോഴും നമുക്ക് അടിസ്ഥാനപരമായ ഒരു തിയോളജിക്കൽ ക്രോഡീകരണം അത് ഉണ്ടാകുന്നില്ല. അതുണ്ടാകണം. ഇപ്പോൾ അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിന് 1914 തന്നെ ഉണ്ടാക്കിയ 16 അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. ഇത് തന്നെയാണ് മിക്കവാറും പെന്തക്കോസ്റ്റ് സഭകളൊക്കെ അംഗീകരിക്കുകയും പിന്തുടരുകയും ചെയ്യുന്നത്. എങ്കിൽ പോലും പെന്തക്കോസ്റ്റ് തിയോളജി, പെന്തക്കോസ്റ്റ് ദൈവശാസ്ത്രം അത് പുസ്തകമായിട്ട് ലൈബ്രറികളിൽ ഇരിക്കുകയല്ല വേണ്ടത്. അത് നമ്മുടെ സഭകളിലെത്തണം. ദൈവമക്കൾ എല്ലാവരും അത് അറിയണം. ആ രീതിയിലുള്ള ഒരു ക്രോഡീകരണം പെന്തക്കോസ്റ്റ് സമൂഹത്തിൽ നിന്ന് ഉണ്ടാകണം. അതാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം.
ഞാൻ സെവൻ പാസിലേക്ക് ഇതേ ചോദ്യം തന്നെ വരികയാണ്. ഏതെങ്കിലും ഉപദേശപരമായ വിഷയങ്ങളിൽ ഒരു നവീകരണ മുന്നേറ്റം പെന്തക്കോസ്ത് സമൂഹത്തിൽ? ആം, ആ, ധാരാളമായ ഡിവിഷൻസ് നമ്മുടെ അവിടെ അകത്ത് നടക്കുന്നുണ്ട്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ തന്നെ. ഉദാഹരണത്തിന് ആ, നമ്മുടെ ഉൽപ്പത്തി 6-ാം അധ്യായത്തിലെ സ്ത്രീകള് അല്ലെങ്കിൽ അതൊരു ദൈവദൂതന്മാരായിരുന്നു, മനുഷ്യദൂതന്മാരായിരുന്നു. ആക്ച്വലി ഇതുപോലെ പ്രീ മില്ലേനിയം, പോസ്റ്റ് മില്ലേനിയം, ആ മില്ലേനിയം, പിന്നെ ട്രിബുലേഷൻസ്, പോസ്റ്റ്, ഇങ്ങനെ സെസേഷൻസ്, ഇങ്ങനെ ധാരാളം റീജു സാർ പറഞ്ഞ പോലെ നമുക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാകണം. ആ കോമൺ പ്ലാറ്റ്ഫോം ഞാനതിന് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിത്യതയ്ക്ക് പോകാൻ പ്രധാനമായി നമുക്ക് ആവശ്യമാകുന്ന, നിത്യതയ്ക്ക് തടസ്സമില്ലാത്ത കാര്യങ്ങളിൽ നാം എഗ്രി ചെയ്യണം. നിത്യതയ്ക്ക് തടസ്സമില്ലാത്ത കാര്യങ്ങളിൽ നാം എഗ്രി ചെയ്യണം. എഗ്രി ചെയ്തിട്ട് നമുക്കൊരു കോമൺ വേദി ഉണ്ടാകണം. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. നമുക്ക് ഇൻഡിവിജ്വാലിറ്റി ആണ് പെന്തക്കോസ്റ്റലിസത്തിന്റെ വലിയൊരു പ്രശ്നം. അത് കമ്മ്യൂണിറ്റി ഫീലിംഗിലേക്ക് വരണം. പെർഫോമൻസ് അത് ഡിസിപ്ലിൻഷിപ്പിലേക്ക് വരണം. മെയിൻ്റനൻസിൽ നിന്ന് നമുക്ക് മിഷനിലേക്ക് വരണം. നമുക്ക് ഈ ദിവസങ്ങളിൽ ഇതൊക്കെ വന്നേ മതിയാകുള്ളൂ. ഈ തലമുറയിൽ പ്രൊട്ടസ്റ്റാന്റിസത്തിന്റെ ഈ 500 വർഷം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഈ സമയത്തെങ്കിലും പെന്തക്കോസ്റ്റലിസം ആണ് പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റിന്റെ അവസാനം എന്നതിൽ നിന്ന് ഇനിയും അത് മനുഷ്യത്വത്തിലേക്കും രാജ്യങ്ങളിലേക്കും സ്വാധീനിക്കാൻ കഴിയുന്ന, ദേശങ്ങളിലേക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന, എല്ലാവർക്കും കൂടെ ചേരാൻ പറ്റുന്ന ഒരു കോമൺ പ്ലാറ്റ്ഫോം, അതിനുവേണ്ടി ഒരു കോമൺ തിയോളജി നമുക്കുണ്ടാകണം. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വിഭജിച്ച് നിൽക്കുന്ന സെഗ്മെന്റേഷനും സെഗ്രിഗേഷനും ഇൻഡിവിജ്വലിസത്തിനും അപ്പുറത്ത് നമുക്കൊരു ഡോക്ട്രിനൽ യൂണിറ്റി ഉണ്ടാകണമെന്ന് ഞാൻ തീർച്ചയായും ആഗ്രഹിക്കുന്നു. നമ്മുടെ ആധുനിക മനുഷ്യന്റെ പ്രശ്നങ്ങൾ, ഇപ്പം AI പോലെയുള്ള മൈഗ്രേഷൻ കൾച്ചർ പോലെയുള്ള, അതുപോലെ തിരസ്കരിക്കപ്പെടുന്നവനെയും കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന, അങ്ങനെ എല്ലാവരെയും കൂടെ ചേരുന്ന ഒരു ഇൻക്ലൂസീവായ ഒരു ദൈവശാസ്ത്രം നമുക്ക് ഉണ്ടാകണം. അങ്ങനെ ഒരു സമൂഹത്തിനും ദൈവരാജ്യത്തിനും പ്രയോജനമാകുന്ന ഒരു സമൂഹമായി നമുക്ക് അധികം വരാനുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശവും എൻ്റെ ഒരു അന്വേഷണത്തിലെ കണ്ടെത്തൽ. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല എങ്കിലും ചർച്ചയുടെ സമയം പരിമിതമായതുകൊണ്ട് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ചർച്ചയിൽ പങ്കെടുത്ത പാസ്റ്റർ റിജു തരകനോടും പാസ്റ്റർ സൈമൺ ചാക്കലുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു.